നടിയെ ആക്രമിച്ച കേസിന്റെ വിധിയുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തി ജഡ്ജിമാർക്കടക്കം ഊമക്കത്തയച്ചത് എറണാകുളത്ത് നിന്ന് എന്ന് കണ്ടെത്തി അന്വേഷണ സംഘം. പള്ളിമുക്കിലെ പോസ്റ്റ് ഓഫീസിൽ നിന്നാണ് കത്ത് പോസ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് പോലീസ് കണ്ടെത്തി. കഴിഞ്ഞ 3-ന് ഉച്ച കഴിഞ്ഞ് 3 മണിക്കാണ് കത്ത് പോസ്റ്റ് ചെയ്തത്. മാസ്ക് ധരിച്ചെത്തിയ ആളാണ് ഊമക്കത്ത് അയച്ചത്. സ്പീഡ് പോസ്റ്റായി ഇയാൾ 33 കത്തുകൾ പോസ്റ്റ് ചെയ്തതായും ഇയാളെ പോലീസ് തിരിച്ചറിഞ്ഞതായും വിവരമുണ്ട്. ഉടൻ കസ്റ്റഡിയിൽ എടുക്കുമെന്ന് സൂചനയുണ്ട്. ഹൈക്കോടതി അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് യശ്വന്ത് ഷേണായി തനിക്ക് ലഭിച്ച ഊമക്കത്ത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് കൈമാറിയതിന് പിന്നാലെയാണ് രഹസ്യാന്വേഷണം ആരംഭിച്ചത്. നടിയെ ആക്രമിച്ച കേസിൽ ആദ്യ 6 പ്രതികൾ കുറ്റക്കാരാണെന്നും 7-ാം പ്രതി ചാർലി തോമസിനെയും 8-ാം പ്രതി ദിലീപ് അടക്കമുള്ള മറ്റു പ്രതികളെയും കുറ്റവിമുക്തരാക്കുമെന്നും കത്തിൽ സൂചിപ്പിക്കുന്നു. കത്തിന്റെ പുറത്ത് ഫ്രം അഡ്രസ്സായി രാംകുമാർ എന്ന പേരായിരുന്നു. എന്നാൽ കത്തിൽ ഇന്ത്യൻ പൗരൻ എന്നാണ് ഉണ്ടായിരുന്നത്. കത്തിന് പിന്നിൽ ദുരുദ്ദേശങ്ങൾ ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. ജഡ്ജിയെ അപമാനിക്കാനുള്ള ബോധപൂർവമായ ശ്രമമായി ഇതിനെ കാണുന്നവരുണ്ട്. മാസ്ക് ധരിച്ച് കത്ത് പോസ്റ്റ് ചെയ്തയാളെ പിടിച്ചാൽ സത്യം പുറത്താകും. നടിയെ ആക്രമിച്ച കേസിന്റെ വിധിയുടെ വിശദാംശങ്ങൾ വിധി പ്രസ്താവിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് ലഭിച്ചിരുന്നുവെന്ന വെളിപ്പെടുത്തലുമായി ഹൈക്കോടതി അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് യശ്വന്ത് ഷേണായിയാണ് രംഗത്ത് വന്നത്. ഡിസംബർ 2-ാം തീയതി ഇന്ത്യൻ പൗരൻ എന്ന പേരിൽ അയച്ച കത്താണ് ലഭിച്ചതെന്നും കേസിലെ ആദ്യ 6 പ്രതികളും കുറ്റക്കാരാകുമെന്നും 7-ഉം 8-ഉം പ്രതികളെ കുറ്റവിമുക്തരാക്കുമെന്നും കത്തിലുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. വിധി പ്രസ്താവിച്ചപ്പോൾ ഇത് സത്യമാണെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് കത്ത് കൈമാറിയെന്നും പറയുന്നു. വിചാരണ കോടതി ജഡ്ജിയുടെ സുഹൃത്തായ ഷേർലിയെ കൊണ്ടാണ് വിധി എഴുതിച്ചതെന്നും കേസിലെ പ്രതിയായ ശരത്തുമായി ചേർന്ന് കച്ചവടമുറപ്പിച്ചെന്നും കത്തിലുണ്ട്. ജസ്റ്റിസ് കമാൽ പാഷയ്ക്കും ഇതുപോലൊരു കത്ത് ലഭിക്കുകയുണ്ടായി. അദ്ദേഹം ആദ്യം അത് അവഗണിക്കുകയും എന്നാൽ വിധി വന്നപ്പോൾ അത്ഭുതപ്പെടുകയും ചെയ്തു. ഈ കത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. അതിനിടെ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് നടൻ ദിലീപ് നൽകിയതടക്കമുള്ള കോടതിയലക്ഷ്യ ഹർജികൾ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി 18-ന് പരിഗണിക്കാൻ മാറ്റി. മാധ്യമപ്രവർത്തകനായ MV നികേഷ് കുമാർ, അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസ്, അഡ്വക്കേറ്റ് A ജയശങ്കർ തുടങ്ങിയവർക്കെതിരെയാണ് കോടതിയലക്ഷ്യ ഹർജി. അടച്ചിട്ട കോടതി മുറിയിൽ നടന്ന വിചാരണ നടപടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രസിദ്ധീകരിച്ചതും പറഞ്ഞതുമായി ബന്ധപ്പെട്ടാണ് ദിലീപ് ഹർജി നൽകിയത്. ഈ കേസിലെ കോടതി തീരുമാനം നിർണായകമാകും. അതിനിടെ ജുഡീഷ്യൽ സംവിധാനത്തെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ അഭിഭാഷകരും റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്ന് മാധ്യമങ്ങളും വിട്ടുനിന്നില്ലെങ്കിൽ അത് ഗൗരവമായി കാണുമെന്ന് മുന്നറിയിപ്പ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയും വിധി പ്രഖ്യാപന ദിനത്തിൽ നടത്തിയിരുന്നു. നടിയെ ആക്രമിച്ച കേസിൽ പ്രതികളുടെ ശിക്ഷ സംബന്ധിച്ച വാദം നടക്കവെയാണ് തനിക്കെതിരായ ആരോപണങ്ങൾ ജഡ്ജി ഹണി M വർഗീസ് പരാമർശിച്ചത്. ഈ കേസിന്റെ തുടക്കം മുതൽ കോടതിക്ക് അകത്തും പുറത്തും പല പ്രചരണങ്ങളും നടക്കുന്നുണ്ട്. ഹണിയുടെ ഭൂതകാലവും പശ്ചാത്തലവും തിരഞ്ഞോളൂ. എന്നാൽ ജുഡീഷ്യൽ സംവിധാനത്തെ അപകീർത്തിപ്പെടുത്തിയാൽ കോടതിയലക്ഷ്യം നേരിടേണ്ടി വരുമെന്ന് കോടതി മുന്നറിയിപ്പ് നൽകി. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് പരിധികളുണ്ടെന്നും ജഡ്ജി ഓർമ്മിപ്പിച്ചു. സ്ത്രീയെ മനുഷ്യനായി കാണാതെ ഉപഭോഗ വസ്തുവായി കാണുന്ന സമീപനമാണ് നടിയെ ആക്രമിച്ച കേസിലുണ്ടായതെന്ന് വാദത്തിനിടെ പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ചിരുന്നു. സ്ത്രീകളോടുള്ള ഈ സമീപനത്തെ അപലപിക്കുന്നതായും പറഞ്ഞിരുന്നു. വനിതാ ജഡ്ജി ആയാലും ഈ സമീപനം തന്നെ ആയിരിക്കുമല്ലോ എന്ന് കോടതി ചോദിച്ചു.